എടി ചോദിക്കും മുത്തശ്ശി, ധൈര്യമായിട്ട് അങ്ങോട്ട് ചോദിക്കും. ഇവിടെ വാടി. ഞാൻ കേട്ടതൊക്കെ നേരെയാണോടി? എന്താ മുത്തശ്ശി? മുത്തശ്ശിയോ? ആരുടെ മുത്തശ്ശി? ഞാൻ നിന്റെ മുത്തശ്ശിയൊന്നുമല്ല. അതെ, നീ പോയി കടപ്പുറത്തുള്ള വല്ല പെണ്ണുങ്ങളെ വിളിക്കുക. അങ്ങനെയൊക്കെ നീ ഞെട്ടണ്ട, ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആമി, നീ മിണ്ടാതിരിക്കെ, ഞാൻ ചോദിച്ചോളാം. എനിക്ക് നിന്റെ വിശദീകരണമൊന്നും കേൾക്കണ്ട. ചോദിക്കുന്നതിന് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ മതി. ചോദിക്കും മുത്തശ്ശി, ചോദിക്കും. അവൾ ഒറ്റ വാക്കിൽ എന്ത് ഉത്തരം പറയുന്നത് ഞാനൊന്ന് കേക്കട്ടെ. പറയടേ, നിന്റെ ചത്തുപോയ കൊച്ച എന്റെ ആദ്യക്കുട്ടൻ്റെതാണോ? എന്താടി ചോദിച്ചത് കേട്ടില്ലേ? നിന്റെ നാക്ക് വായിക്കാ തൊട്ടിച്ചു വെച്ചിരിക്കുകയാണോ? എങ്കിൽ പറ, ആ കുഞ്ഞാരുടേതാ? അങ്ങനെയൊക്കെ ചോദിച്ചാ അവള് കൊഴഞ്ഞു പോകും മുത്തശ്ശി. അത് ആരുടേതാണെന്ന് ഇവൾക്ക് പോലും ഉറപ്പില്ല. പിന്നെ എന്താ മുത്തശ്ശി ചോദിച്ചതിന് ഇവള് മറുപടി പറയാത്തെ? കണ്ടടം നിറങ്ങി പേഴ്ച നടന്ന ഇവളെങ്ങനെയാ മുത്തശ്ശി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നേ? കൊച്ചാരുടേതാണെന്ന് കണ്ടുപിടിക്കാൻ ഇവളിനി പാഴൂർ പടിപ്പുരയിൽ പോയി പ്രശ്നം വെക്കേണ്ടി വരും. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ നീ എന്ത് ചെയ്യൂടി? ആമി വേണ്ട, ഇവളെ ചോദ്യം ചെയ്യാൻ ഇപ്പൊ ഞാനുണ്ട്. എന്നിട്ട് എന്താ ചോദ്യം ചെയ്യാത്ത? ചോദ്യം ചെയ്യാഞ്ഞിട്ടല്ലോ, ഇവള് മറുപടി പറയാഞ്ഞിട്ടല്ലേ. ഇങ്ങനെ ചോദ്യം ചെയ്താ ഇവളെങ്ങനെ മറുപടി പറയും? മുത്തശ്ശി ഇങ്ങോട്ട് മാറ്. ഇവളുടെ കാരണം പോച്ച് 2 കൊടുത്ത് ഞാൻ പറയിക്കാം. സത്യം പറയടി, എന്നോട് നീ സമ്മതിച്ചതല്ല മുത്തശ്ശിയുടെ മുന്നിൽ വെച്ച് തുറന്നു പറയടി. ഞാൻ എന്ത് സമ്മതിച്ചു? അത് ശരി, ഇപ്പൊ നീ മറുകണ്ണം ചാടുകയാണല്ലേ? ഇവളെ കൊണ്ട് പറയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആമി മതി, ഞാൻ ചോദിച്ചോളാം, നീ അപ്പുറത്തേക്ക് പോ. ഞാനിപ്പോ അങ്ങനെ പോകുന്നില്ല. ഞാനിവിടെ നിൽക്കുമ്പോ ഇവള് സത്യം പറയോ ഇല്ലയോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആര് നിന്നാലും ആര് കൊന്നാലും സത്യം പറയണമെങ്കിൽ അവൾക്ക് തന്നെ തോന്നണം. ചക്കയും മാങ്ങയൊന്നും അല്ലല്ലോ കുരുകൊത്തി പുറത്തിടാൻ. നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ നീ പറ, ആ കുഞ്ഞ് ചെമ്പകശ്ശേരിയിലേതായിരുന്നോ? പറടി, ആ കുഞ്ഞ് ആദിമോന്റേതായിരുന്നോന്ന്. അല്ല. പറ, മണി പോലെ പറയടി. അത് ആദിമോന്റെ കുഞ്ഞല്ലെങ്കിൽ പിന്നെ ആരുടേതാ? ആ കടപ്പുറത്തുകാരൻ ഷാനുവിന്റേതല്ലേ? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞപ്പോ മുത്തശ്ശി വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ ഇവളുടെ വായിന്ന് തന്നെ കേട്ടപ്പോ സന്തോഷായല്ലോ. വല്ലവന്റെ കുഞ്ഞിനെ വയറ്റിലിട്ടോണ്ട് ഇവള് ഇത്രയും കാലം ഭേഷായിട്ട് പറ്റിക്കായിരുന്നെന്ന് മുത്തശ്ശിക്ക് ഇപ്പൊ ബോധ്യായല്ലോ. ബോധ്യപ്പെട്ടു. എനിക്കെല്ലാം ബോധ്യപ്പെട്ടു. ബോധ്യപ്പെട്ടെങ്കിൽ പിന്നെ എന്തിനാ ഇവളെ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നെ? അടിച്ചിവളുടെ ആപ്പീസ് പൊട്ടി കഴുത്തിന് പിടിച്ച് പുറത്തിറക്കി വിടാൻ നോക്കും മുത്തശ്ശി. അത് തന്നെയാണ് എന്റെയും തീരുമാനം. പക്ഷേ ഇവളെ അടിച്ചു പുറത്താക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടി അറിയാനുണ്ട്. എന്താ മുത്തശ്ശി? ഈ സത്യങ്ങളൊക്കെ ആദ്യക്കുട്ടൻ അറിയായിരുന്നോ? എന്താടി ചെവി കേക്കില്ലേ? നിന്റെ വയറ്റിൽ കിടന്ന കുഞ്ഞിന്റെ അച്ഛൻ അവനല്ലെന്ന് അവൻ അറിയായിരുന്നോന്ന്? ഇതെന്തൊരു ചോദ്യം മുത്തശ്ശി? അവനത് ഇങ്ങനെ അറിയാനാ? അറിഞ്ഞ അവൻ സമ്മതിക്കോ ഈ പേക്കോത്തിനൊക്കെ? അവനെന്നല്ല, ലോകത്ത് ഏതെങ്കിലും ആണൊരുത്തൻ ഇതിനൊക്കെ കൂട്ടു നിൽക്കോ? മറ്റാരുടെയും കാര്യം എനിക്കറിയില്ല, പക്ഷെ എന്റെ കൊച്ചുമകൻ നിൽക്കും. കാരണം അവൻ ഇവളോട് പ്രേമമല്ലല്ലോ, പൂജയല്ലേ, പ്രേമ പൂജ. പറയടേ, അവന് രഹസ്യം അറിയായിരുന്നോ? പറയാൻ. ഇല്ല, അറിയില്ല. ഒന്നും അറിയില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞ സത്യമായില്ലേ?
അവനെ ഇവള് ഗംഭീരായിട്ട് ചതിക്കായിരുന്നു. എന്റെ കുട്ടി, അവന്റെ ഒരു വിധി. ഈ തോടകെ അവൻ കണ്ണുടച്ച് വിശ്വസിച്ചല്ലോ. തോടകയല്ല, രക്തരക്ഷസാണ് ഇവള്. എന്റെ കുഞ്ഞിന്റെ ചോര ഊറ്റി കുടിച്ച അതിഭയങ്കരിയായ രക്തരക്ഷസ്. എല്ലാം ബോധ്യപ്പെട്ട സ്ഥിതിക്ക് പിന്നെ എന്തിനാ താമസം? ആ ചടങ്ങ് പൂർത്തിയാക്കി കൂടെ? നോക്കി നിൽക്കാതെ ഇവിടെ കഴുത്തിൽ പിടിച്ച് പുറത്താക്കും മുത്തശ്ശി. കഴിഞ്ഞിട്ടില്ല. ഇനി എന്തുവാ ചോദിച്ചറിയാനുള്ളത്? അറിയേണ്ടതൊക്കെ അറിഞ്ഞില്ലേ? ചോദിക്കാനും അറിയാനും അല്ല ഇനിയുള്ളത്. പിന്നെന്താ?